ഹലോ ഫ്രണ്ട്സ്, 2021 വർഷത്തെ KEAM എക്സാം അവസാനിച്ചു. ഇനി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് KEAM എക്സാമിൻ്റെ റിസൾട്ടിന് വേണ്ടിയാണ്. പക്ഷേ നമ്മളിൽ പലർക്കും KEAM എക്സാമിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയെന്ന് അറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് KEAM എക്സാമിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് KEAMൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. KEAM എക്സാമിനേഷൻ നടക്കുന്നത് 960 മാർക്സിലായിരിക്കും. അതുപോലെ തന്നെ ബോർഡ് എക്സാം 360ലും. 360 മാർക്സ് എന്ന് പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഈ മൂന്നിൻ്റെ കൂടിയും മാർക്ക് കൂട്ടുമ്പോൾ 360. പിന്നെ KEAM എക്സാമിനേഷൻ മാർക്ക് ഈസ് കൺവേർട്ടഡ് ഇൻ ടു 300 റേഞ്ച് ഫ്രം 960 റേഞ്ച്. ഫോർ ദിസ് ദ ഒബ്റ്റൈൻഡ് മാർക്ക് ഈസ് ഡിവൈഡഡ് ബൈ 3.2. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന മാർക്ക് 960ലാണ്. ഈ KEAM എക്സാമിനേഷന് ഔട്ട് ഓഫ് 960ലായിരിക്കും നമുക്ക് നമ്മൾ എഴുതിയേക്കണ മാർക്ക് വരാം. പക്ഷേ ഈ മാർക്കിനെ നമുക്ക് 300 റേഞ്ചിലോട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ 3.2 കൊണ്ട് കിട്ടിയ മാർക്കിനെ ഡിവൈഡ് ചെയ്യും. അതിനെ ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തേക്കണത് ലെറ്റ് ദ മാർക്ക് ഒബ്റ്റെയിൻഡ് ഔട്ട് ഓഫ് 960 ബി 480. then the mark after conversion is 480 divided by 3.2 which is equal to 150 out of 300. ഇതുപോലെ തന്നെ ബോർഡ് എക്സാമിനേഷൻ്റെ മാർക്കും ഈ 300 റേഞ്ചിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഈ 360 റേഞ്ചിൽ നിന്ന് 300 റേഞ്ചിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് നമ്മൾ 1.2 കൊണ്ട് കിട്ടിയ മാർക്കിനെ ഡിവൈഡ് ചെയ്യുക. അതിനുള്ളൊരു എക്സാമ്പിൾ അടി കൊടുത്താണ്ട് 360 മാർക്സിൽ നമുക്ക് 200 കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 200നെ നമ്മൾ 1.2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ കിട്ടുന്ന മാർക്കാണ് 166.66 ഔട്ട് ഓഫ് 300. പിന്നെ ദ മാർക്സ് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ദ മാർക്സ് ഇൻ റെസ്പെക്ട് ഓഫ് കാൻഡിഡേറ്റ് ഹൂ ഹാവ് കം ഫ്രം ദ സ്ട്രീം അതർ ദാൻ കേരള ഹയർ സെക്കൻഡറീസ് വിൽ ബി സബ്ജക്റ്റഡ് ടു നോർമലൈസേഷൻ. കേരള സ്റ്റേറ്റ് സിലബസ് ഒഴിച്ച് ബാക്കി ഏത് സിലബസിൽ നിന്ന് വന്ന കുട്ടികൾക്കായാലും അവരുടെ മാർക്ക് ഒരു നോർമലൈസേഷൻ എന്ന് പറഞ്ഞ പ്രൊസീജിയറിൽ കൂടി കടന്നു പോകും. അപ്പോൾ ഈ 120 മാർക്ക് നോർമലൈസ് ചെയ്തിട്ട് കിട്ടുന്ന മാർക്കായിരിക്കും നമ്മൾ 300ലോട്ട് കൺവേർട്ട് ചെയ്യാം. ഈ നോർമലൈസേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ICSEയിലോ CBSEയിലോ പഠിച്ച കുട്ടിയെന്ന് വിചാരിക്കുക. ആ കുട്ടി സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചിരുന്നെങ്കിൽ എത്ര മാർക്ക് കിട്ടുമായിരുന്നു, അങ്ങനെ ആ ഒരു മാർക്കിനെ കണ്ടുപിടിക്കാനുള്ളൊരു മെത്തേഡാണ് ഈ നോർമലൈസേഷൻ എന്ന് പറയുന്നത്. ഈ നോർമലൈസേഷനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ കഴിഞ്ഞിട്ട് അടുത്തത് ഇറങ്ങാൻ പോണത് അതിനെക്കുറിച്ചായിരിക്കും. പിന്നെ KEAM സ്കോർ എന്ന് പറയുന്നത് നമ്മുടെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് KEAM സ്കോർ വേണമല്ലോ. ആ KEAM സ്കോർ എന്ന് പറയുന്നത് 600ലായിരിക്കും. അത് 600ലോട്ട് നമ്മൾ നിർണ്ണയിക്കണത് 50% മാർക്ക് നമ്മുടെ KEAMൻ്റെ എക്സാമിനേഷനിൽ കിട്ടണതും ബാക്കി 50% നമ്മുടെ ബോർഡ് എക്സാമിൻ്റെ ആയിരിക്കും. എക്സാമ്പിളായിട്ട് ബോർഡ് എക്സാമിൻ്റെ മാർക്ക് 250 ആയിരിക്കും 360. അത് കൺവേർഷൻ നടത്തി, നേരത്തെ 1.2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൺവേർഷൻ നടത്തി 208.33 ഔട്ട് ഓഫ് 300ലോട്ട് എത്തിച്ചു. അതുപോലെ തന്നെ KEAMന് നമുക്ക് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് 480 ആവട്ടെ. അതിനെയും കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ കിട്ടിയത് 180 ഔട്ട് ഓഫ് 960. ഔട്ട് ഓഫ് 960 അല്ല, ഔട്ട് ഓഫ് 300 ആണ് അവിടെയും. അത് തെറ്റിപ്പോയ എന്താ. അപ്പോൾ KEAM സ്കോർ എന്ന് പറയുന്നത് ഈ നേരത്തെ ഈ കൺവേർഷൻ ചെയ്തിട്ടുള്ള 2 മാർക്കുകളിൽ അതിൻ്റെ സമ്മായിരിക്കും 208.33 പ്ലസ് 150 വിച്ച് മീൻസ് 358.33 ഔട്ട് ഓഫ് 600. ഇതായിരിക്കും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള KEAM സ്കോർ.